വിഭാഗീയത ശക്തമായതോടെ സിപിഎം തൃത്താല ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ 29-30 തീയതികളിൽ തിരുമിറ്റക്കോടാണ് തൃത്താല ഏരിയ സമ്മേളനം നടക്കുക. സംസ്ഥാന കമ്മിറ്റി അംഗം എം.ബി. രാജേഷ് മുഴുവൻ സമയവും സമ്മേളനത്തിലുണ്ടാകും. ഇക്കാര്യം മുൻകൂട്ടി തന്നെ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. ചാലിശ്ശേരിയിൽ കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് തൃത്താല ഏരിയ സമ്മേളനത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നതായി ആരോപണമുയർന്നിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുൾപ്പെടെ വലിയ പൊട്ടലും ചീറ്റലും ഉണ്ടായതാണ്. തൃത്താല മേഖലയിൽ പാർട്ടി 2 ചേരിയാവുകയും ചെയ്തു. തൃത്താല സമ്മേളനത്തിലുണ്ടായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ തെളിവ് സഹിതം സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിലെത്തി. തൃത്താലയിലെ മുൻ എംഎൽഎയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായിരുന്ന വി.കെ. ചന്ദ്രനെ തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെടുത്തതായി വാർത്ത വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ തൃത്താലയുടെ ചുമതലയിൽ നിന്ന് മാറ്റി ഒറ്റപ്പാലത്തേക്ക് നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. കൂറ്റനാട്ടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ആനക്കരയിലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പലരുടെ പേരിലും അന്ന് നടപടിക്ക് സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ച ആനാവൂർ നാഗപ്പൻ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നതാണ്. ഇതിൽ കൂറ്റനാട്ടെ ലോക്കൽ നേതാവിന്റെ പേരിൽ നടപടിയെടുക്കാതിരുന്നത് പാർട്ടി ലോക്കൽ സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. വിഭാഗീയതയുടെ പേരിൽ നടപടിക്ക് വിധേയനാവേണ്ടിയിരുന്നവർ വീണ്ടും നേതൃത്വത്തിലെത്തിയതായും എതിർവിഭാഗം ആരോപിക്കുന്നുണ്ട്.